ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എണ്ണ ഒട്ടും കുടിക്കാത്ത നല്ല ക്രിസ്പിയും പഫിയുമായിട്ടുള്ള പൂരി തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ല സോഫ്റ്റാണ്, ഒരുപാട് നേരം ഹാർഡായിട്ട് ഇരിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് അളവിൽ മൈദാപ്പൊടി എടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദാപ്പൊടി മാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പൂരി നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ അളവിൽ റവയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ചോറ് അരച്ചതാണ് കേട്ടോ. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അത് ഞാൻ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ബാക്കി ഞാനിവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് ചപ്പാത്തി മാവ് കണക്കി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചോറ് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കൊരു പൂരി കിട്ടും കേട്ടോ. ഞാനിവിടെ ഏകദേശം 1 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പൂരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതാക്കി എടുക്കട്ടെ. ഈ ഒരു ബോൾസ് വലുതാക്കി വലിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നേരെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. നല്ലോണം നൈസായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടിയിലും വേണ്ട കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിൽ തന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് ഓയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിലല്ല, ഓയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ആ ഒരു പൂരിയിലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓയിൽ എടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ഓയിൽ നല്ലോണം ചൂടായിട്ട് വേണം ഇതിലേക്ക് നമുക്ക് പൂരി ഇട്ട് കൊടുക്കാനായിട്ട്. പൂരി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പൂരി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. കാരണം നമ്മളിതിൽ ചോറ് ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റോട് കൂടി നമുക്ക് ഈ ഒരു പൂരി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹാർഡായി പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സോഫ്റ്റോട് കൂടി അതുപോലെ തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പൂരി ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ കളർ ആകുന്ന വരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടോ. അപ്പോൾ നല്ല ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആയി കിട്ടും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ലൈറ്റ് കളറിലാണ് കോരി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ഒന്ന് കളർ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഈ ഒരു പൂരിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരി ഫുള്ളായിട്ട് ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കറി എഗ് റോസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റോട് കൂടി തന്നെ നമുക്കൊരു പൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്